പോളിംഗ് ദിനത്തിലും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്ന ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശന വിവാദം. പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നും രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ദല്ലാളെന്ന ടി.ജി. നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ ഇ.പി. ജയരാജനെ പരസ്യമായി താക്കീത് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി നൽകിയത് മുന്നറിയിപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. ഇ.പി. ജയരാജനെ ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ശ്രമം 90% വിജയിച്ചിരുന്നു എന്നും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനും പിന്നാലെ കെ സുധാകരനും ആരോപിച്ചതോടെയാണ് വിവാദം ചൂടുപിടിച്ചത്. ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ജാവദേക്കറെ കണ്ടെന്ന് ഇ.പിയുടെ തുറന്നു പറച്ചിൽ. നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അപ്രതീക്ഷിത കൂടിക്കാഴ്ചയെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ന്യായീകരിച്ച് ഇ.പി. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. പിന്നാലെ ഇ.പി. ജയരാജനെതിരെ കടുത്ത ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ ജയരാജന് ജാഗ്രതക്കുറവ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും ദല്ലാൾ നന്ദകുമാറിനെ പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ താക്കീത്. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. ദല്ലാൾ നന്ദകുമാർ ഫ്രോഡെന്ന് M.V. ഗോവിന്ദൻ. നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. തിരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇ.പി. ജയരാജന്റെ തുറന്നു പറച്ചിലിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ദല്ലാൾ നന്ദകുമാറിനെ കളങ്കിതനെന്ന് വിശേഷിപ്പിക്കുമ്പോഴും തള്ളാൻ ഇ.പി. ജയരാജൻ തയ്യാറാകുന്നില്ലെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ.